വെൽക്കം ബാക്ക് ടു മൈ അമ്പടിക്കണ്ണൻ ആർമി ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ബ്രൗൺ ബ്രെഡ് വെച്ചിട്ട് ഒരു കുനാഫി ഉണ്ടാക്കിയെടുത്താലോ? പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുറച്ച് ഐറ്റംസ് മാത്രം മതിയാവും കേട്ടോ നമ്മുടെ കുനാഫി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പാലൊന്ന് നന്നായി ചൂടായി വരുന്നവരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ഒന്നും ചേർക്കുന്നില്ല, പാല് മാത്രമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായി ചൂടായി വരുന്നുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാലിൽ 1/2 ടീസ്പൂൺ കോൺഫ്ലവർ നല്ലപോലെ കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൈ വിടാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തുള്ളത് കൊണ്ട് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര അലിയുന്ന വരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഒരു ക്രീമി രൂപത്തിലാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കൈ വിടാതെ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഒരു ചെറിയ മുറി ചീസാണ്. ഞാനിവിടെ ചെറിയൊരു കഷ്ണം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മെൽറ്റ് ആവുന്നവരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ക്രീമി ആയിട്ടുണ്ട് കേട്ടോ. കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ കൈ വിടാതെ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ചുകൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് നല്ലപോലെ കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. കുറച്ച് നേരം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ക്രീമി രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. കുറച്ച് ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ക്രീമി ടൈറ്റ് ആവും കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട്. നല്ലപോലെ ചൂടാറരുത്, ഒരു ഇളം ചൂട് വേണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പ്രോസസ്സിലോട്ട് കടന്നാലോ? ഇനി വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ ബ്രെഡാണ് കേട്ടോ. നിങ്ങൾക്ക് വൈറ്റ് കിട്ടണമെങ്കിൽ വൈറ്റ് എടുക്കാം, അല്ലെങ്കിൽ ബ്രൗൺ കിട്ടുകയാണെങ്കിൽ ബ്രൗൺ തന്നെ എടുക്കാം. ഏതാണെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഈ ബ്രെഡിൽ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിൽ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് എടുക്കാം. ഇനി വേണ്ടത് ഒരു ബൗളാണ്. ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് കഷ്ണങ്ങളൊക്കെ നമ്മൾക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്രീം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടോടെ തന്നെ നമ്മൾ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. നല്ല ചൂട് പാടില്ല, ഒരു ഇളം ചൂട് വേണം കേട്ടോ. ബ്രെഡെല്ലാം മുങ്ങുന്ന തരത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെയെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സെക്കൻഡ് ലെയർ നമുക്ക് ഓരോരോ ബ്രെഡ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ നമ്മൾ മാറ്റി വെച്ചിരുന്ന ബ്രെഡെല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അത്രയും ലെയർ വെക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ 2 ലെയർ മാത്രമേ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും വെക്കാം. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ബാക്കി വന്ന ക്രീമും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ബ്രെഡെല്ലാം മുങ്ങുന്ന തരത്തിൽ, ഇതിൽ മുങ്ങുന്ന തരത്തിൽ വേണം എല്ലാം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ബാക്കി വന്ന എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം.
വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അങ്ങനെ നമ്മളിതെല്ലാം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ബ്രെഡെല്ലാം മുങ്ങി നിന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. പാൽപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ തേനാണ്. തേനും ഒന്ന് മേലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബ്രെഡ് കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ.